എല്ലാവരും ബ്രൗസർ ഉപയോഗിക്കുന്ന ആളുകളല്ലേ, ക്രോം ബ്രൗസർ തന്നെയാണ്. എന്നാൽ ചില സമയം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അത്യാവശ്യ ഘട്ടത്തിൽ കയറാമെന്ന് വിചാരിച്ചാൽ ബ്രൗസർ പെട്ടെന്ന് വരില്ല. അത് നിങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ഏത് മിസ്റ്റേക്കെന്നും കൂടാതെ അതെങ്ങനെ ഒഴിവാക്കാമെന്നും അതിനി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ 3 കാര്യം ക്രോമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവർ യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ 2-3 ടാബ് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ 4 ടാബ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എനിക്ക് നിങ്ങളെ ക്രോം ബ്രൗസർ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ ബ്രൗസറിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ വരാൻ താമസിക്കുന്നത്. അതിനൊന്ന് ഡിലീറ്റ് ചെയ്ത് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ബാക്ക് അടിച്ച് പോയി സെറ്റിങ്സിൽ പോവുക. ഇത് വരാതിരിക്കാനുള്ള ഓപ്ഷനാണ് പറഞ്ഞത്. എന്നിട്ട് ടാബ്സിൽ പോവുക. താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ടാബ്സിൽ പോവുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് അത് 27 ഡേയ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യമൊക്കെ 21 ദിവസം കഴിഞ്ഞിട്ട് അവർ ഡിലീറ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ഡേയ്സിൽ വെച്ച് കൊടുക്കാം. അതിനുള്ള പ്രയോജനം എന്താണെന്നാൽ 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ കാര്യങ്ങളെല്ലാം ഡിലീറ്റായി ടാബിൽ നിന്ന് പോകണതാണ്. ഇനി ഒരിക്കലും ടാബിൽ സേവ് ആവണ്ടെന്ന് വിചാരിക്കുന്നവരും അവിടെ വരികയാണ്. എന്നാൽ നെവർ കൊടുക്കുക. എങ്കിൽ ഒരിക്കലും നിങ്ങൾ കാണുന്ന ഇത് ടാബ് എന്ന് പറയുന്ന സാധനമേ നിങ്ങളെ ഇതിൽ വരത്തില്ല. ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ്. ചിലവരൊക്കെ ബ്രൗസർ വളരെ സ്ലോ ആണെന്ന് പറയാറുണ്ട്. ചിലവർ വിചാരിക്കും അത് നെറ്റിൻ്റെ കുഴപ്പം തന്നെ ആണെന്ന്. പക്ഷേ അത് നെറ്റിൻ്റെ കുഴപ്പമില്ല, നിങ്ങൾ ഇതേപോലെ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രൗസർ ഒരിക്കലും സ്ലോ ആവാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എത്തിക്കുന്നതാണ്. ഇങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.